+2 അക്കൗണ്ടൻസിയിലെ പാർട്ണർഷിപ്പ് ദ ബേസിക് കൺസെപ്റ്റ് എന്ന ചാപ്റ്ററിൽ മൂന്നാമത്തെ വീഡിയോയാണ് ഇത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രൊപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രൊപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നീട്ടി വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഭാഗമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രൊപ്രിയേഷൻ അക്കൗണ്ട്. +1 അക്കൗണ്ടൻസിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടുന്ന ബാലൻസ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണ്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. ഈ ട്രേഡിംഗ് അക്കൗണ്ടിനെ നീട്ടി വരച്ചാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും നമ്മൾ നീട്ടി വരയ്ക്കും. ആ ഭാഗമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പാർട്ട്നേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസും ഇൻകവും മാത്രമേ എഴുതത്തുള്ളൂ. ഇതിലുണ്ടാവുന്ന ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ബാലൻസ് ആണ് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതും ഓൾഡ് റേഷ്യോയിലായിരിക്കും. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെഫിനിഷൻ ഒന്നും കൂടി പരിശോധിക്കാം. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എക്സ്റ്റൻഷനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് എത്ര നെറ്റ് പ്രോഫിറ്റ് ആണ് വീതിച്ചു കൊടുത്തത്, ഡിവൈഡ് ചെയ്ത് കൊടുത്തത്, അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നത്. This account is credited with the net profit as per profit and loss account and interest on drawings. ഇവിടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റ്, ഈ നെറ്റ് പ്രോഫിറ്റ് വന്നത് എവിടെ നിന്നാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. അതും കൂടാതെ ഇൻട്രസ്റ്റ് ആൻഡ് ഡ്രോയിങ്സ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് പക്ഷേ നെറ്റ് ലോസ് ആണെങ്കിൽ അത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. വിത്ത് ഇൻട്രസ്റ്റ് ഓൺ, പിന്നെ ഡെബിറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ടു പാർട്ട്നേഴ്സ്. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ എഴുതും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും കമ്മീഷനും എഴുതും പാർട്ട്നേഴ്സിൻ്റെ. ഇതിൻ്റെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുണ്ടായ നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അതേസമയത്ത് ഡെബിറ്റ് സൈഡിൽ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇവ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഈ പറയുന്നത്. ഇതിനെ എക്സിനും, ഇപ്പം എക്സും വൈയും പാർട്ട്നേഴ്സ് ആണെങ്കിൽ ആ പാർട്ട്നേഴ്സിനോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അത് ഓൾഡ് റേഷ്യോയിലായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അശോക് ആൻഡ് വിമൽ സ്റ്റാർട്ടഡ് ബിസിനസ് ഇൻ പാർട്ണർഷിപ്പ് വിത്ത് ക്യാപിറ്റൽ 20,000, 15,000 റെസ്പെക്റ്റീവ്ലി ഓൺ 1 ജാനുവരി 2013. 2013 ജാനുവരി 1 അശോകനും വിമലും ഒരു ബിസിനസ് ആരംഭിക്കുന്നു. അവർ കൊണ്ടുവന്ന ക്യാപിറ്റലാണ് 20,000ഉം 15,000ഉം. അവർ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നത് 3:2 എന്ന റേഷ്യോയിലാണ്. ദ ഫേം ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 6,000 ബിഫോർ അഡ്ജസ്റ്റിംഗ് ദ ഫോളോയിങ്. താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റിന് മുമ്പുള്ള പ്രോഫിറ്റാണ് 6,000. ഈ വാക്ക് കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കണമെന്ന്. അതായത് 6,000 ബിഫോർ അഡ്ജസ്റ്റിംഗ് ദ ഫോളോയിങ്. പ്രോഫിറ്റ് ഓഫ് 6,000 ബിഫോർ അഡ്ജസ്റ്റിംഗ് ദ ഫോളോയിങ്. ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ ചെയ്യാത്തത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 75ഉം 50ഉം ഉണ്ട്, സാലറി 1,500 ഉണ്ട്. ഇവിടെ എന്തൊക്കെയാണ് വരയ്ക്കേണ്ടത്? പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ വരയ്ക്കണമെന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പോകുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം അവർ കൊണ്ടുവന്ന ക്യാഷ്, ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് 20,000ഉം 15,000ഉം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതായത് 5% ആണ്. ഈ 20,000 5% 1,000ഉം 15,000 750യുമാണ്.
ഇനി സാലറി ഉണ്ട്, അത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. സാലറി 1500 ആണ്. ഡ്രോയിങ്സ് ഉണ്ട്, ഡ്രോയിങ്സ് ഈ സൈഡിലാണ്. 3500 2500 ആണ്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്, അത് 75-50 ആണ്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. 75-50 ആണ്. ഇനി അടുത്തത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് എഴുതേണ്ടത്. പ്രോഫിറ്റ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് എമൗണ്ട് എഴുതേണ്ടത്. പക്ഷേ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, യഥാർത്ഥ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും വച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നത്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് തീർന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ പ്രോഫിറ്റും കൂടി ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതിയാൽ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നിരിക്കുന്ന പ്രോഫിറ്റാണ് എഴുതേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റ് 6000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 75-50 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ 125 എഴുതും. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതും മുൻകൂട്ടി കണ്ടുപിടിച്ച് വെച്ചതുകൊണ്ട് അത് ആഡ് ചെയ്ത് എഴുതുക. 1750, 1000-ഉം 750യും കൂടെ ആഡ് ചെയ്തപ്പോൾ. അടുത്തത് സാലറി ഉണ്ട്, 1500. സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ബാലൻസ് ചെയ്യേണ്ടത്. അതായത് 6125-ഉം 6125. ഇതിൽ നിന്നും 1750-യും 1500-ഉം ബാലൻസ് ചെയ്ത് ആ കിട്ടിയ ആൻസറാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. ബാലൻസ് ചെയ്യുമ്പോൾ 2875 ബാലൻസ് കിട്ടും. ഈ ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അശോക്, വിമൽ ഇവരുടെ ക്യാപിറ്റലിലേക്കാണ് ഡിവൈഡ് ചെയ്ത് കാണിക്കേണ്ടത്. ഏത് റേഷ്യോയിലാണ്? 2875-നെ 3:2 എന്ന റേഷ്യോയിൽ. റേഷ്യോ ഇവിടെ മുകളിൽ തന്നിട്ടുണ്ടാവും. ഈ 3:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 3/5-ഉം 2875 × 2/5. 2875 അതിനെ 3:2 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ 1725-ഉം 1150-യും കിട്ടും. ഇവ തമ്മിൽ ആഡ് ചെയ്ത് ഇവിടെ 2875 കിട്ടിയതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം ഈ 6125 നിന്നും ഇവ തമ്മിൽ മൈനസ് ചെയ്ത് ഈ ബാലൻസ് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇതിനെ 3:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തത്. ഈ എമൗണ്ട് ആണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത്. 1725-ഉം 1150. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നത്. അതുകൊണ്ടാണ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയത്. അതേ സമയത്ത് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത്, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡിലാണ് കുറവ് വന്നാൽ, ഈ സൈഡിലാണ് കുറവ് വന്നാൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അത് നെറ്റ് ലോസ് ആയിരിക്കും. ഇത് നമ്മൾ സാധാരണ കഴിഞ്ഞ ക്ലാസ്സുകളിൽ
ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ പറഞ്ഞു തന്നതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 19,150യും 15,850യും കിട്ടും. ഇതിന് നേരെയാണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കാണിക്കേണ്ടത്. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടത്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് തന്നെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കേണ്ടത്. ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഐറ്റങ്ങൾ വെച്ചുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ പ്രാക്ടീസ് ഉണ്ടാവും.